കുർബാന എന്ന വാക്കിൻ്റെ അർത്ഥം ഓഫറിംഗ് അല്ലെങ്കിൽ സമർപ്പണം എന്നാണ്. കാൽവരി മലയിൽ വെച്ച് ഈശോ പരമപിതാവിനു പൂർണ്ണമായി സമർപ്പിച്ചു. ഓരോ കുർബാനയിലും ആ സമർപ്പണം തുടരുകയാണ്. ഈശോയോടുകൂടി നമ്മളും നമ്മളെ തന്നെ പരിശുദ്ധ കുർബാനയിൽ സമർപ്പിക്കുകയാണ്. കുർബാനയുടെ മറ്റൊരു പേരാണ് യൂക്കറിസ്റ്റ്. ഇതിൻ്റെ അർത്ഥം കൃതജ്ഞതാ പ്രകാശനം, നന്ദി പ്രകാശനം എന്നൊക്കെയാണ്. പരിശുദ്ധ കുർബാന മിശിഹാ രഹസ്യങ്ങളുടെ ആവർത്തനമാണ്, തുടർച്ചയാണ്, അനുസ്മരണമാണ്, ആഘോഷമാണ്, അനുഷ്ഠാനമാണ്. 12-ാം പിയൂസ് പാപ്പായുടെ മീഡിയേറ്റർ ഓഫ് ഗോഡ് എന്ന ചാക്രിക ലേഖനത്തിൽ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് നൽകുന്ന നിർവചനം ഇപ്രകാരമാണ്: മിശിഹായുടെ മൗതിക ശരീരമായ സഭ ശിരസായ മിശിഹായോടൊപ്പം പരമപിതാവിന് സമർപ്പിക്കുന്ന ആരാധനയാണ് പരിശുദ്ധ കുർബാന. ഇതൊരു സ്വർഗീയ ആരാധനയാണ്. ഈശോയോട് ചേർന്ന് പരമപിതാവിന് നമ്മൾ അർപ്പിക്കുന്ന ബലിയാണ് പരിശുദ്ധ കുർബാന. നമ്മളും ഈശോയോട് ചേർന്ന് ഈ ആരാധനയിൽ പങ്കുചേരുകയാണ്. ബുദ്ധിയുടെ തലത്തിലുപരി വിശ്വാസത്തിന്റെ കണ്ണുകളിലൂടെ മാത്രമേ പരിശുദ്ധ കുർബാനയെ സമീപിക്കാവൂ. പരിശുദ്ധ കുർബാന അല്പമെങ്കിലും നമുക്ക് മനസ്സിലാകണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ സഹായം ആവശ്യമാണ്.